KPC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സമവായമുണ്ടാക്കാൻ ഇന്ന് യോഗം. DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ സമവായമുണ്ടാക്കുകയാണ് പ്രധാന അജണ്ട. രാവിലെ 11:30-ക്കാണ് സംസ്ഥാന നേതാക്കൾ യോഗം ചേരുക. ഏതൊക്കെ ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിൽ ഇപ്പോഴും അഭിപ്രായ ഐക്യമില്ല. ശ്രീത്ത് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീത്ത്, അഗൈൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഒരു കീറാമുട്ടിയായി മാറുമോ, അതോ പരസ്യ പ്രസ്താവനകളിലേക്കൊന്നും പോവാതെ പ്രശ്നപരിഹാരം കഴിഞ്ഞൊരു പ്രഖ്യാപനത്തിലേക്കൊക്കെ പോകാൻ സാധിക്കുമോ KPCCക്ക്? ശ്രീത്ത്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. KPCC പുനഃസംഘടന ഒരു കീറാമുട്ടായത്തിന് നിൽക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾക്കായി കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇതുവരെയും ഒരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാനായിട്ടില്ല. പല നേതാക്കളും അവരുടെ താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ എടുക്കുന്ന സമീപനമാണ് ഈ ചർച്ചകളെ ഒരു പ്രതിസന്ധിയിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഒരു അന്തിമ ചർച്ച എന്ന നിലയ്ക്ക് രാവിലെ 11:30-ക്ക് KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്ന് ഈ പട്ടികയിൽ ഒരു സമവായം കണ്ടെത്താൻ ആകുമോ എന്ന കാര്യം ശ്രമിക്കും. സംസ്ഥാനത്ത് എത്ര ജില്ലകളിൽ DCC പുനഃസംഘടന വേണമെന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുള്ളത്. 9 ജില്ലകൾ വേണമെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ തൃശ്ശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പുനഃസംഘടന വേണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഈ അഭിപ്രായങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് ഈ പുനഃസംഘടനയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. എന്തായാലും തിരുവനന്തപുരത്ത് N ശക്തൻ DCC പ്രസിഡന്റായി തുടർന്നേക്കും. ഇപ്പോൾ പാലോട് രവിയെ മാറ്റിയ സാഹചര്യത്തിൽ താൽക്കാലിക പ്രസിഡന്റായി വന്ന ആളാണ് N ശക്തൻ. എന്നാൽ ശക്തൻ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ VS ശിവകുമാറിന്റെ പേരും മണക്കാട് സുരേഷിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. കൊല്ലത്തേക്ക് കടന്നാൽ കൊല്ലത്ത് ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നത് MM നസീറിന്റെയും P ജെർമിയാസിന്റെയും സൂരജ് രവിയുടെയും പേരാണ്. ഇതോടൊപ്പം മുൻ കോൺഗ്രസ് നേതാവ് സത്യശീലന്റെ മകൻ സവിൻ സത്തിന്റെ പേരും പരിഗണിക്കുന്നു. പത്തനംതിട്ടയിൽ 3 പേരുകളുണ്ട്. അതിലൊന്ന് അടൂർ പ്രകാശിന്റെ പിന്തുണയുള്ള റോബിൻ പീറ്റർ, മറ്റൊന്ന് പഴകുളം മധു, മറ്റൊരാളുടെ പേര് അനീഷ് വരിക്കണമല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണയ്ക്കുന്ന പേരാണ്. ആലപ്പുഴയിലേക്ക് കടന്നാൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന B ബൈജുവിന്റെ പേരിനാണ് മുൻതൂക്കം. ഇതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിയായ KP ശ്രീകുമാറിന്റെ പേരും അവിടെ പരിഗണിക്കുന്നു. കോട്ടയത്ത് 3 പേരുകളുണ്ട്. ഫിറ്റ്സൽ മാത്യൂസ്, സിബി ജേനപ്പാടം, ബിജു പുന്നത്താനം എന്നിവരുടെ പേരുകളാണ് കോട്ടയത്തെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2 പേരുകളാണ്. അഡ്വക്കേറ്റ് S അശോകന്റെയും ഒപ്പം തന്നെ ജോയി വെട്ടിക്കുഴിയുടെയും പേരുണ്ട്. ജോയി വെട്ടിക്കുഴിയുടെ പേര് മുന്നോട്ട് വെക്കുന്നത് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആണ്. പാലക്കാട് സുമേഷ് അച്യുതന്റെ പേരിനാണ് മുൻതൂക്കം. വയനാട് TJ ഐസക്, അവിടുത്തെ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാനാണ് TJ ഐസക്കിന്റെ പേരിന് മുൻതൂക്കമുണ്ട്. കാസർഗോഡ് K നീലകണ്ഠന്റെ പേരിനാണ് മുൻതൂക്കം. എങ്കിലും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂടി പിന്തുണയുള്ള ഒരാളായിരിക്കും പ്രസിഡന്റായി വരിക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. എന്തായാലും ഇന്ന് തന്നെ പട്ടിക മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് AICC പ്രസിഡന്റിന് കൈമാറാനാണ് ശ്രമം. 10-ാം തീയതിക്കകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മറ്റ് തർക്കങ്ങളില്ലാതെ പ്രഖ്യാപിക്കാൻ കഴിയുമോ KPCCക്ക് എന്ന കാര്യം നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം.